ബിഗ് ബോസ് സീസൺ 6 സ്റ്റാർട്ട് ചെയ്തിട്ട് 63 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് വെറും 37 ദിവസങ്ങൾ മാത്രം. 5 ആഴ്ച കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫിനാലെ ആയി. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? എല്ലാ സീസണും ഈ ഒരു ടൈം ആകുമ്പോഴേക്കും ടോപ്പ് 5 പ്രിഡിക്ഷൻ ലിസ്റ്റുകളും അതുപോലെ ഫൈനലിസ്റ്റ് പ്രിഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ വരാറുണ്ട്. എന്നാൽ ഈ സീസണിലെ അങ്ങനെയല്ല. അൺപ്രഡിക്റ്റബിൾ ആയാണ് അവസാന ആഴ്ചകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 63 ദിവസത്തിനുള്ളിലെ പല മാറ്റങ്ങളും ബിഗ് ബോസ് വീടിനുള്ളിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്രതീക്ഷിത വിടവാങ്ങലുകൾ, ചാലഞ്ചേഴ്സിന്റെ വരവ്, ഒടുവിൽ കഴിഞ്ഞ ദിവസത്തെ പവർ റൂം കൺസെപ്റ്റ് ഒഴിവാക്കിയതുൾപ്പെടെ ഒരുപാട് സംഭവങ്ങൾ. ഒന്ന് മാറ്റിപ്പിടിച്ചാലോ എന്ന ടാഗ്ലൈൻ പോലെ തന്നെയാണ് ഒന്നിന് പിന്നാലെ ഓരോന്നും ബിഗ് ബോസ് വീടിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വരുന്നത്, നാളെ മുതൽ മത്സരാർത്ഥികൾക്ക് ഒരു സർപ്രൈസ് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്. എന്താണെന്നല്ലേ? അതെ, ഫാമിലി വീക്കാണ് ഇനി വരാൻ പോകുന്നത്. ഓരോ മത്സരാർത്ഥികളുടെയും ഫാമിലി മെമ്പേഴ്സ് വീട്ടിലേക്ക് എത്തുകയാണ്. സീസൺ 5 ഈ ഒരു ഫാമിലി വീക്ക് കൺസെപ്റ്റ് ബിഗ് ബോസ് കൊണ്ടുവരുന്നത്. അന്ന് വരെ ടാസ്കുകളും ചാലഞ്ചേഴ്സും അതുപോലെ എവിക്ഷനും മാത്രം കണ്ടു ശീലിച്ച പ്രേക്ഷകർക്കും അതുപോലെ മത്സരാർത്ഥികൾക്കും ഫാമിലി വിസിറ്റിംഗ് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും ദിവസം കാണാതിരുന്ന ഫാമിലിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ്, ശേഷം ഉണ്ടാകുന്ന സംസാരം, ഇതെല്ലാം പ്രേക്ഷകർക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു. ബിഗ് ബോസ് ഷോയുടെ റേറ്റിംഗ് പീക്ക് ലെവലിലേക്ക് എത്തിയ ഒരു ടൈമായിരുന്നു ഇത്. ഇപ്പോൾ പുറത്തെത്തിയ പുതിയ പ്രൊമോ കണ്ടതും ഓരോ മത്സരാർത്ഥികളുടെയും ഫാമിലി എങ്ങനെയായിരിക്കും അവരോട് പെരുമാറുക, എന്തായിരിക്കും സംസാരിക്കുക, ഇതൊക്കെ അറിയാൻ പ്രേക്ഷകർക്ക് അതിയായ ആകാംക്ഷയുണ്ട്. പ്രത്യേകിച്ച് ജാസ്മിന്റെ കാര്യത്തില്. കാരണം ജാസ്മിൻ ഗബ്രി റിലേഷൻഷിപ്പ് വീട്ടുകാർ ഏത് രീതിയിലാണ് കണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കുന്നത്, ഈ ഒരു ഭയം ഓൾറെഡി ജാസ്മിനുണ്ട്. പലപ്പോഴും ഇതിനെക്കുറിച്ച് ജാസ്മിൻ ഗബ്രിയോടും രസ്മിനോടും സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തന്റെയും ഗബ്രിയുടെയും റിലേഷൻ പുറത്ത് മറ്റൊരു രീതിയിലാണ് കാണുന്നത്, ഫാമിലി അത് എഫക്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ജാസ്മിൻ പലപ്പോഴും പറയാറുണ്ട്. സായി കൃഷ്ണ വന്നതിന് ശേഷം തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി പിന്മാറിയെന്ന് കൂടി പറഞ്ഞതോടെ ഈ പേടി ജാസ്മിനെ വല്ലാതെ അലട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഫാമിലി ഏത് രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുക എന്നറിയാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ സീസണിലെ മത്സരാർത്ഥിയായിരുന്ന റെനീഷയുടെ ബ്രദറും അതുപോലെ ഉമ്മയും വന്നപ്പോൾ വീടിനുള്ളിലെ ഗെയിമിനെ ഒരു ഹിന്റിലൂടെ പറയാതെ പറഞ്ഞിരുന്നു. ദുബായ് ചോക്ലേറ്റ് നല്ലതല്ലെന്നും സൂക്ഷിച്ചാൽ കൊള്ളാമെന്നൊക്കെ. ഈ ഒരു സംഭവം വലിയ രീതിയിലാണ് ചർച്ചയായത്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിലെ സെറീനയും റെനീഷയും തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. ഇവർ രണ്ടുപേരും ഒരു കൂട്ടായതുകൊണ്ട് തന്നെ സെറീനയാണ് ദുബായ് ചോക്ലേറ്റ് എന്ന് വിശേഷിപ്പിച്ചെന്നായിരുന്നു പൊതുവെയുള്ള സംസാരം. ഈ രീതിയിൽ ജാസ്മിന്റെ ഫാമിലിയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഫാമിലിയോ സംസാരിക്കുമെന്ന് അറിയാനാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. അതേസമയം ഫാമിലി വീക്ക് നേരത്തെയായി പോയെന്ന അഭിപ്രായവും പ്രേക്ഷകരെ പങ്കുവയ്ക്കുന്നുണ്ട്. സീസൺ 5 ലാസ്റ്റ് ടൈമിലാണ് ഈ ഒരു ഫാമിലി വീക്ക് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് 7-8 പേര് മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. എന്നാൽ സീസൺ 6 അതല്ല അവസ്ഥ. 13 പേരാണ് ഇപ്പോഴും അവശേഷിക്കുന്നത്. ഇത്രയും ആളുകളുടെ ഫാമിലിയെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, വാശിയേറിയ പോരാട്ടം നടക്കേണ്ട ആഴ്ചകളാണ് ഇനി വരാൻ പോകുന്നത്. ആ ഒരു ടൈമില് ഫാമിലി വീക്ക് എന്ന് പറഞ്ഞ് ടൈം കളയേണ്ട ആവശ്യമുണ്ടോ എന്നും ഒരു ഭാഗം ചോദിക്കുന്നുണ്ട്. എന്തായാലും ഫാമിലി മെമ്പേഴ്സിനെ കാണുമ്പോൾ മത്സരാർത്ഥികൾക്ക് ഉണ്ടാകുന്ന മാറ്റം, അവർ പോയതിനു ശേഷമുള്ള ഗെയിം ചേഞ്ചിങ്, ഇതൊക്കെ എങ്ങനെയെന്ന് അറിയാനാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്.